റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വീട് വെക്കുന്നതിന് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവർക്കും ഭൂമിയും വീടും സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് മന്ത്രി കെ രാജൻ. കുന്നംകുളം താലൂക്ക് തല അദാലത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ അതിജീവനത്തിന്റെ കരുത്തുമായി വെള്ളാർമലയിലെ വിദ്യാർത്ഥികൾ. ചേന്നമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വീട് വയ്ക്കുന്നതിന് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാകണമെന്നും നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൈക്കാട് അതിഥി മന്ദിരത്തിൽ 2 ദിവസമായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നഗരപരിധിയിൽ 5 സെന്റിലും ഗ്രാമങ്ങളിൽ 10 സെന്റിലും വീട് വയ്ക്കുന്നതിന് അപേക്ഷ നൽകിയാൽ ആവശ്യമായ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കി അനുവാദം നൽകണം. നെൽവയൽ നിയമം വരുന്നതിന് മുമ്പ് പുരയിടമായി പരിവർത്തിക്കപ്പെട്ട ഭൂമി തരം മാറ്റുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കണം. 25 സെന്റ് വരെയുള്ള ഭൂമി തരംമാറ്റത്തിന് ഫീസ് ഇല്ലാത്തതിനാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണം. ഇക്കാര്യങ്ങളിൽ കൃഷി റവന്യൂ വകുപ്പുമായി ഏകോപനം ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവംബർ മാസത്തോടെ കേരളം അതിദരിദ്ര കുടുംബങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാകും. ഇതിനായി സമഗ്രവും ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിപാടികൾ നടപ്പാക്കി വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുതാര്യതയ്ക്ക് വലിയ പ്രാധാന്യം സർക്കാർ നൽകുന്നുണ്ടെന്നും അഴിമതി തടയാൻ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മന്ത്രിമാരായ കെ രാജൻ, കെ എൻ ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, GR അനിൽ, OR കേളു, വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു, MB രാജേഷ്, ജെ ചിഞ്ചുറാണി, P പ്രസാദ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ജില്ലാ കളക്ടർമാർ, വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിദാരിദ്ര്യം ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് ഉടനടി നടപടിയെടുക്കുകയാണ് സർക്കാർ നയം. സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ സ്വാദ് ജനങ്ങൾക്ക് ലഭ്യമാകാതെ പോകുന്നു എങ്കിൽ അത് പരിഹരിക്കാനാണ് ഇത്തരം അദാലത്തുകൾ. ചുവപ്പ് നാടയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സാധാരണ ജനങ്ങളെ സഹായിക്കാനാണിവ. ലഭിക്കുന്ന എല്ലാ അപേക്ഷകളിലും പരിഹാരം കാണാൻ അദാലത്തിൽ ശ്രമമുണ്ടാകുമെന്നും ഏതെങ്കിലും അപേക്ഷയിൽ പരിഹാരം സാധ്യമാവുന്നില്ലെങ്കിൽ സാധ്യമാക്കാനുള്ള നിരന്തര ശ്രമമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ 12 പേർക്ക് പട്ടയം വിതരണം ചെയ്തു. വിവിധ സാങ്കേതിക പ്രശ്നങ്ങളാൽ പരിഹരിക്കപ്പെടാതെ കിടന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങളിലാണ് സത്വര നടപടിയുണ്ടായത്. അദാലത്തിൽ 677 അപേക്ഷകൾ പരിഗണിച്ചു. 303 അപേക്ഷകൾ പുതുതായി സ്വീകരിച്ചതിൽ 170 അപേക്ഷകർ മന്ത്രിമാരെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചു. മുഴുവൻ പരാതികളിലും മന്ത്രിമാർ അടിയന്തരമായി പരിഹാരം കാണുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വയനാട് ചൂരൽമലയിലെ അതിജീവനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കഥ പറഞ്ഞ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച സംഘനൃത്തം ഹൃദ്യമായി. കലോത്സവ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദിയിൽ നിന്നിറങ്ങി കുട്ടികളെ നേരിൽ കണ്ട് അഭിനന്ദിച്ചു. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ എന്നിവരും കുട്ടികളുമായി സമയം പങ്കിട്ടു. നൃത്തം അവതരിപ്പിച്ച കുട്ടികൾക്കും അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും മന്ത്രി കെ രാജൻ ആശംസകൾ അറിയിച്ചു. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൽ ചോട്ടിലാണെൻ്റെ വിദ്യാലയം എന്ന വരികൾക്കൊപ്പമാണ് ഉദ്ഘാടന വേദിയിൽ കുട്ടികൾ നൃത്തമാടിയത്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വൈഖ, വീണ, അഞ്ജലി, ശിവപ്രിയ, ഋഷിക, സാധിക, അശ്വിനി എന്നിവരാണ് കാഴ്ചക്കാരുടെ കണ്ണു നിറച്ച് നിറക്കയ്യടി നേടിയത്. 5 ദിവസം കൊണ്ടാണ് കുട്ടികൾ നൃത്തം പഠിച്ചത്.
തൃശൂർ നാരായണൻകുട്ടിയുടെ വരികൾ നൃത്ത സംവിധായകൻ അനിൽ വെട്ടിക്കാട്ടിരിയാണ് ചിട്ടപ്പെടുത്തിയത്. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങൾക്ക് അനുകൂലമായി വായിക്കണമെന്ന് മന്ത്രി കെ രാജൻ. ചേന്നമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സേവനങ്ങൾ ആവശ്യപ്പെട്ട് ഓഫീസിലെത്തുന്നവരെ ഓടിക്കാനുള്ള ഉപകരണമായി നിയമങ്ങളെയും ചട്ടങ്ങളെയും ഉപയോഗിക്കരുത്. ചെകുത്താനെ ഓടിക്കാൻ കുരിശ് എന്ന പോലെ നിയമവും ചട്ടവും കാണിച്ച് ജനങ്ങളെ ഓടിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. വില്ലേജ് ഓഫീസുകളിൽ എത്തുന്നവർക്ക് ഉദ്യോഗസ്ഥർ ആശ്വാസം പകരുമ്പോഴാണ് വില്ലേജ് ഓഫീസുകൾ യഥാർത്ഥത്തിൽ സ്മാർട്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. പറവൂർ നിയോജക മണ്ഡലത്തിൽ 4 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നതെന്നും ഇതിൽ 4 നിർമ്മാണം പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. സംരംഭക വികസനത്തിൻ്റെ പുതിയ സാധ്യതകൾ കണ്ടെത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് മന്ത്രി കെ രാജൻ. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച പടവ് സ്റ്റാർട്ടപ്പ് സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് സെന്റർ ആരംഭിച്ച പറവൂർ മാതൃകയായിരിക്കുകയാണ്. സ്വന്തം സംരംഭങ്ങൾ ആരംഭിച്ച് വലിയ വിജയം നേടി മുന്നേറാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. സംരംഭക വർഷം പദ്ധതിയുടെ 1 വർഷം 1 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംരംഭങ്ങളുടെ സാധ്യതകളിലൂടെ പുതിയ തൊഴിലുകൾ കണ്ടെത്താൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തളിര് പദ്ധതി പ്രകാരമുള്ള ബയോ ബിന്നുകളുടെ വിതരണം കോട്ടുവള്ളി ഗവൺമെൻറ് UP സ്കൂൾ പ്രധാനാധ്യാപിക ചിത്രപ്രഭയ്ക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. കോട്ടുവള്ളി, ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. മാലിന്യമുക്തം നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ഹരിത സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മന്ത്രി വിതരണം ചെയ്തു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ആരംഭിക്കുന്നതിന് റവന്യൂ പുറമ്പോക്ക് ഭൂമി ലഭ്യമാകണമെങ്കിൽ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമിയും വീടും അതിവേഗം ലഭ്യമാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 120 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2020 ആരംഭിച്ച പദ്ധതി പ്രകാരം 186 വീടുകൾ പഞ്ചായത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ആകെ 300-ലധികം വീടുകളാണ് പഞ്ചായത്തിൽ നിർമ്മിക്കുന്നത്. സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഭൂമിയും വീടും. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 3,42,000 വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. 4,82,000 വീടുകൾ നിർമ്മാണം പുരോഗമിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയും നഗരമേഖലയിൽ 1,50,000 രൂപയുമാണ് PMAY പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്നത്. മാത്രമല്ല അവയ്ക്ക് പ്രത്യേക ബ്രാൻഡിങ്ങും വേണമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ കേരളത്തിൽ ലൈഫ് വീടുകൾക്ക് ഒരു വിധത്തിലുള്ള ബ്രാൻഡിങ്ങും അനുവദിക്കുന്നില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. മാത്രമല്ല പൊതു സ്വഭാവമില്ലാത്ത നിർമ്മാണ രീതിയിലാണ് ലൈഫ് വീടുകൾ നിർമ്മിക്കുന്നത്. സർക്കാരിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന വീടുകൾ എന്ന് യാതൊരു അടയാളവും ഉണ്ടാകരുതെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കൂടുതൽ വീടുകളും കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഭൂരഹിതരായ പട്ടിക വർഗക്കാർക്കുള്ള ഭൂമി വിതരണം പട്ടിക പ്രസിദ്ധീകരിച്ചു. മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണം നടത്തുന്നതിനായി കേന്ദ്രാനുമതി ലഭിച്ചതും വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയതുമായ 275.13 ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ 1ാം ഘട്ട വിതരണത്തിന് ശേഷം അവശേഷിക്കുന്ന ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി ബീച്ച്, ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണൻകുണ്ട്, അത്തിക്കൽ ബീച്ച് എന്നിവിടങ്ങളിലെ ഭൂമി വിതരണത്തിനായുള്ള കരട് പട്ടിക ITDP പ്രോജക്റ്റ് ഓഫീസർ പ്രസിദ്ധപ്പെടുത്തി. 589 അപേക്ഷകൾ ലഭിച്ചതിൽ ജില്ലാ ആദിവാസി പുനരധിവാസ വികസന മിഷൻ 413 പേരെ അർഹതയുള്ളവരായും 176 പേരെ അർഹതയില്ലാത്തവരായും കണ്ടെത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ, വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ, ബ്ലോക്ക് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പട്ടിക പരിശോധനയ്ക്ക് ലഭ്യമാണ്. ആക്ഷേപങ്ങളുണ്ടെങ്കിൽ രേഖാമൂലം ജനുവരി 15-നകം നിലമ്പൂർ ITDP ഓഫീസിലോ നിലമ്പൂർ, എടവണ്ണ, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കണമെന്ന് പ്രോജക്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ കളക്ട്രേറ്റിൽ പുതുവർഷം ആഘോഷിച്ച ത്രില്ലിലാണ് ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷി പുരസ്കാരം നേടിയ ആൻ മുക്കൻ, പൂജ രമേശ്,
എന്നിവർ ഉൾപ്പെടെ 16 കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയോടൊപ്പം പുതുവർഷം ആഘോഷിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മയായ പരിവാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾ കളക്ട്രേറ്റിലെത്തിയത്. കളക്ടറോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചും ആശംസകൾ നേർന്നുമാണ് ഇവർ മടങ്ങിയത്. ഏവർക്കും തികച്ചും ഹൃദ്യമായ ഒരു കാഴ്ചയായിരുന്നു പുതുവർഷ പുലരിയിൽ തൃശൂർ കളക്ടറുടെ ചേംബറിൽ കാണാനായത്. മലയാളത്തിൻ്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.